കാലിത്തൊഴുത്തിലെ രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന വിശുദ്ധനെ ഒന്ന് പരിചയപ്പെടാം. അസീസി പട്ടണത്തിലെ പ്രമുഖ വ്യാപാരിയായിരുന്ന പീറ്റർ ബെർണാഡിൻ്റെയും പീക്കായുടെയും മകനാണ് ഫ്രാൻസിസ്. ഫ്രാൻസിസിനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഈ കുഞ്ഞ് ജീവിക്കുമോ എന്ന് സംശയമുണ്ടായിരുന്നു. അപ്പോൾ അതുവഴി വന്ന അപരിചിതൻ പറഞ്ഞു, പീക്കായെ ആ തൊഴുത്തിൽ കിടത്തൂ, സുഖപ്രസവം നടക്കും. അയാൾ പറഞ്ഞതനുസരിച്ച് ആ മാതാപിതാക്കൾക്ക് 1182 സെപ്റ്റംബർ 26 ഒരു പുത്രനെ ലഭിച്ചു. കാലിത്തൊഴുത്തിൽ ജനിച്ച ആ കുഞ്ഞ് പിന്നീട് രണ്ടാം ക്രിസ്തുവായി അറിയപ്പെട്ടു. 1223 ക്രിസ്തുമസ് പുൽക്കൂട് പ്രചാരത്തിൽ വരാൻ തുടങ്ങിയത്. വിശുദ്ധ ഫ്രാൻസിസ് ഒരു പുൽക്കൂടുണ്ടാക്കി ജീവനുള്ള ഒരു കാളയെയും കഴുതയെയും ഗ്രേച്ചിയോ നഗരത്തിൽ ഒരു ഗുഹയിൽ പ്രദർശിപ്പിച്ചു. വിശുദ്ധ കുർബാനയുടെ സമയത്ത് വിശുദ്ധ ഫ്രാൻസിസ് ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തെയും സ്നേഹത്തെയും പറ്റി പ്രസംഗിച്ചപ്പോൾ വിശുദ്ധൻ്റെ കയ്യിലിരുന്ന ഉണ്ണിയുടെ രൂപം സ്വല്പനേരത്തേക്ക് സജീവമായതുപോലെ പ്രേക്ഷകർക്ക് തോന്നി. പിന്നീട് പുൽക്കൂടുണ്ടാക്കുന്ന രീതി ലോകമെങ്ങും വ്യാപിച്ചു തുടങ്ങി. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറയുന്നത് ഇങ്ങനെയാണ്: 1000 പുൽക്കൂട്ടിൽ 1000 ഉണ്ണീശോ പിറന്നാലും നിന്റെ ഹൃദയത്തിൽ അവിടുന്ന് പിറക്കുന്നില്ലെങ്കിൽ ഈ ക്രിസ്മസ് കൊണ്ട് നിനക്ക് എന്ത് പ്രയോജനമാണുള്ളത്? പ്രിയമുള്ളവരെ, പുൽക്കൂടും ക്രിസ്മസ് ട്രീയുമൊക്കെ നാം ഒരുപാട് ഒരുക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ ഉണ്ണീശോയ്ക്ക് ഇടമൊരുക്കാൻ നാം എന്തൊക്കെയാണ് കരുതി വയ്ക്കുന്നത്? നമുക്ക് പ്രാർത്ഥിക്കാം. ഉണ്ണീശോയെ, അങ്ങൻ്റെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ വന്ന് പിറക്കണമേ.